നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പേരും കള്ളി ഇങ്ങനെ നുണ പറയൂ ഗംഗേ, നീ ഇത് വിശ്വസിക്കരുത്. ഞാൻ അവളെ സ്നേഹിക്കുമ്പോ ഇങ്ങനെയാ മാളു എന്നോട് പെരുമാറുന്നത്. അത് കാര്യാക്കണ്ട ശ്രേയച്ചി. മാളു കൊച്ചുകുട്ടിയല്ലേ, കുസൃതിയായിട്ട് കണ്ടാ മതി. മഹിയേട്ടൻ വരുന്നുണ്ട്. ഇതെന്തു പറ്റി? ഞാൻ മാളുവിന് കുടിക്കാനുള്ള പാലുമായിട്ട് ചെന്നതാ. അപ്പോ അപ്പോ എന്താ ഉണ്ടായത്? മാളു പാലെടുത്ത് നിന്റെ മുഖത്തൊഴിച്ചോ? അയ്യോ ഇല്ല. മാളുവിന് പാല് കൊടുക്കും മുമ്പ് എന്റെ കൈ തട്ടി പാല് മുഖത്തോട്ട് വീണതാ. ഇതൊക്കെ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കായിരുന്നോ? പോയി മുഖം കഴുകു. ശരി. ശ്രേയച്ചി, മാളുവിന് മഹിയേട്ടന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാതെ ശ്രേയച്ചി രക്ഷിച്ചല്ലോ, അത് നന്നായി. എന്ത് നല്ല മനസ്സാ ശ്രേയച്ചിയുടേത്. ആ ചേച്ചി ചെന്ന് മുഖം കഴുക. ഗംഗേ, എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. എന്ത് സഹായം? നമുക്ക് മാളുവിന്റെ സ്വഭാവം മാറ്റിയെടുക്കണം. അതിന് ഗംഗ എന്റെ കൂടെ നിക്കണം. ഗംഗ കൂടെ ഉണ്ടെങ്കിൽ മാളുവിന്റെ പിടിവാശിയും ദേഷ്യവും എല്ലാം മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നീ സഹായിക്കില്ലേ? തീർച്ചയായിട്ടും. മാളുവിന്റെ സ്വഭാവം മാറ്റിയെടുക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് എന്റെ എല്ലാ സഹായവും ശ്രേയച്ചിക്കുണ്ടാവും. ഗംഗേ, ശ്രേയ നിന്നെ മണ്ടിയാക്കാണെന്ന് നീ അറിയുന്നില്ലല്ലോ. ഞാനിത് എങ്ങനെയാ നിന്നെ ബോധ്യപ്പെടുത്തുന്നേ? ശ്രേയ, നീ ഗംഭീരമായി നാടകം കളിക്കുകയാണല്ലോ. ഇവളുടെ ഉദ്ദേശം എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. ശ്രേയയുടെ ഉദ്ദേശം നിനക്കിപ്പോ മനസ്സിലായില്ലേ? മാളുവിനെ ജയിച്ചാലേ ശ്രേയയുടെ ഭാവി സുരക്ഷിതമാവൂ എന്ന് അവൾക്കറിയാം. അതിനായി ശ്രേയ ഇപ്പൊ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഗംഗയാണ്. ഗംഗ ഇവിടുന്ന് ഓടിക്കാൻ നടക്കുന്നവളാ ശ്രേയ. അവളിപ്പോ ഗംഗയുടെ കാല് പിടിക്കുന്നു. എനിക്ക് ചിരിക്കാൻ തോന്നുവാ. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന അവസ്ഥയിലാ ശ്രേയ. ഇങ്ങനെ പോയാ ശ്രേയ മാളൂട്ടിയെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കും. അതോടെ മഹിയേട്ടൻ ശ്രേയയുടെ പരിധിയിലാവും. ശ്രേയ നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു കളഞ്ഞു. അവള് മഹിയേട്ടനെ കെട്ടിയാൽ സ്വത്തുക്കൾ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ആ സ്വപ്നം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. അവൾ അത്രയ്ക്ക് തന്ത്രശാലിയാ. മഹി കണ്ടീഷൻസ് പിൻവലിച്ചപ്പോ ശ്രേയ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ആ കണ്ടീഷൻ മഹിയേട്ടൻ പിൻവലിച്ചിട്ട് ഈ കല്യാണം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മാളൂട്ടി എന്നെ എപ്പോ അമ്മയായിട്ട് അംഗീകരിക്കുന്നോ അപ്പൊ ഈ കല്യാണം നടന്നാ മതി. മഹി ശ്രേയയെ കെട്ടുന്നത് കൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ടാ ഞാൻ പറയുന്നത് ശ്രേയ അപകടകാരിയാണെന്ന്. അപ്പോ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ലേ? നടക്കും. അതിന് ശ്രേയ മഹിയെ കെട്ടരുത്. രാഹുലെ, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? അതിന് മാളൂട്ടി ജീവനോടെ ഉണ്ടെങ്കിലല്ലേ ശ്രേയയ്ക്ക് മഹിയെ കെട്ടാൻ പറ്റൂ. എടാ, നീ എന്ത് ഭാവിച്ച ഇതൊക്കെ പറയുന്നേ? പിന്നെ നമ്മുടെ കാര്യം നടക്കണ്ടേ? ദേ, നീ ആലോചിക്കാതെ അബദ്ധമൊന്നും പ്രവർത്തിക്കരുത്. ഒരു എക്സ്ക്യൂസും ഇങ്ങോട്ട് പറയണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ പറ്റൂ. എത്ര നാളായി വരാന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. ഇനി അത് പറ്റില്ല. ആ അങ്ങനെ വഴിക്ക് വാ. ഓക്കേടാ, ഗുഡ് നൈറ്റ്. നിന്റെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വരുത്തുന്ന എന്തിനാ? എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷമൊന്നുമില്ല.
ഞാൻ ക്ഷണിച്ചിട്ടാ അവരിങ്ങോട്ട് വരുന്നത്. അതെന്താ? എന്റെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റിയ ഏറ്റവും നല്ല അവസരം ഇത്. അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ലേ? നിന്റെ മനസ്സിൽ എന്താണെന്ന് നീ പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ? കാരണം വളരെ സിമ്പിളാ. ഞാനും മഹേട്ടനും തമ്മിലുള്ള റിലേഷൻ നാട്ടില് 10 പേര് അറിയട്ടെ. നിഹാരികയും ഫാമിലിയും ഈ നാട്ടിൽ അറിയപ്പെടുന്നവരാ. ഇവിടുത്തെ പല ക്ലബുകളിലും അവര് മെമ്പേഴ്സാ. ഞാനും മഹേട്ടനും തമ്മിലുള്ള ബന്ധം ഈ നാട്ടിൽ എസ്റ്റാബ്ലിഷ് ആവാൻ നിഹാരികയും കുടുംബവും മാത്രം മതി. മോളെ, നിന്റെ ബുദ്ധി അപാരം തന്നെ. എന്റെ ബുദ്ധി തന്നെ ആയിരിക്കുമല്ലോ നിനക്കും കിട്ടിയിരിക്കുന്നേ. അത് മോശമാവില്ലല്ലോ. എത്രയും പെട്ടെന്ന് നീ നിഹാരികയും ഫാമിലിയും വിളിച്ചു വരുത്തുമോളെ. നീയും മഹിയും തമ്മിലുള്ള ബന്ധം ഈ നാട് മുഴുവൻ അറിയട്ടെ. അധികാരി ഈ ബന്ധം അറിയരുതെന്ന് പറഞ്ഞല്ലേ വിവാഹ നിശ്ചയം നാത്തോ നടത്തിയത്? മറ്റന്നാള് നിഹാരികയും കുടുംബവും ഇങ്ങോട്ട് വരും. അവര് വരുമ്പോഴേ ഇവിടെയുള്ള ആ കുട്ടിപ്പിശാചിനെ സൂക്ഷിച്ചോണം. അവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. മഹേട്ടാ, മഹേട്ടനെ ഞാൻ മുറിയിലൊക്കെ നോക്കി കണ്ടില്ല. എന്താ കാര്യം? മറ്റന്നാ മഹേട്ടൻ ഫ്രീ ആണോ? ആ, മറ്റന്നാള് ഡൽഹിയിൽ പ്രധാനമന്ത്രിയായിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. വേറെ പരിപാടിയൊന്നുമില്ല. എന്തേ? കളിയാക്കാതെ മഹേട്ടാ. താൻ കാര്യം എന്താന്ന് വെച്ചാ പറ. മറ്റന്നാളെ എന്റെ ഒരു സുഹൃത്ത് ഇവിടെ വരുന്നുണ്ട്, ഫാമിലി ആയിട്ട്. അവര് വരുമ്പോ മഹേട്ടൻ ഇവിടെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മഹേട്ടൻ കാണില്ലേ? കാണുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. മഹേട്ടൻ കാണുന്ന ഉറപ്പ് പറഞ്ഞാലേ ഞാൻ അവരിങ്ങോട്ട് ക്ഷണിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഞാൻ അവരെ ക്ഷണിക്കുന്നതേ മാളുവിന് വേണ്ടിയാ. മാളുവിന്റെ പ്രായത്തിലുള്ള ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ അവൾക്കില്ലാത്തതാണ് പ്രശ്നം. കൂടെ കളിക്കാനും ഒന്നിച്ച് കുസൃതി കാട്ടാനും അവൾക്കൊരു നല്ല ഫ്രണ്ടിനെ കിട്ടിയ മാളുവിന്റെ പകുതി പ്രശ്നങ്ങൾ അവസാനിക്കും. ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ കളിപ്പാട്ടം വാങ്ങും പോലെ കൂട്ടുകാരനെ നിനക്ക് വിലക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ കൂട്ടുകാരിക്കൊരു മകനുണ്ട്, അമൽ. നമ്മുടെ മാളുവിന്റെ അതേ പ്രായം. പെട്ടെന്ന് ആരുമായിട്ടും അടുക്കുന്ന തങ്കപ്പെട്ട സ്വഭാവം അമലിന്റേത്. അമലും മാളും ഒന്ന് കണ്ടുമുട്ടിയാ മതി, അവര് പെട്ടെന്ന് കൂട്ടുകാരാവും. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? മഹേട്ടനൊന്നും ചെയ്യണ്ട. മറ്റന്നാള് ഞാൻ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അവര് വരുമ്പോ മഹേട്ടൻ ഇവിടെ ഉണ്ടാവണം. അവരോടൊപ്പം ഭക്ഷണം കഴിക്കണം. അത്രയും ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. എന്റെ മാളുവിന്റെ കാര്യത്തിനായിട്ടല്ലേ? അങ്ങനെ പറയരുത്. നമ്മുടെ മാളൂന്ന് പറ. ഓക്കെ, ഞാനിവിടെ ഉണ്ടാവും. അവരോടൊപ്പം ഭക്ഷണവും കഴിക്കാം. താങ്ക്സ് മഹേട്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.